എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവുട്ടി ഗുരുവായൂർ. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു കഥയല്ല, മറിച്ച് ഒരു ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും പ്രിയങ്കരിയായ വരാഹി ദേവിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്, എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ വരാഹി ക്ഷേത്രമെന്ന്. ഒത്തിരി പേർക്ക് ഞാൻ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കും ആ ക്ഷേത്രം എവിടെയാണ് എന്നറിയാൻ ഒരു കൗതുകം ഉണ്ടായത്. ഇത്ര അടുത്തായിട്ട് പോലും ഞാൻ ഈ ക്ഷേത്രത്തിൽ പോവുകയോ അതിനെക്കുറിച്ച് അറിയുകയോ ചെയ്തിട്ടില്ല. സുഹൃത്തുക്കളുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പക്ഷേ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ചുറ്റും പാടമാണ് ഇവിടെ. വെള്ളമൊക്കെ നല്ല മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു നിൽക്കും. താമരകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. നല്ല ഭംഗിയില്ല. ഒരു ആലിൻ്റെ കീഴിലാണ് ഹനുമാൻ, വീരഭദ്രൻ, ഭദ്രകാളി ഇവരൊക്കെ ചുറ്റും കൂട്ടിനായിട്ടുണ്ട് വരാഹി ദേവിക്ക്. വളരെ അപൂർവങ്ങളാണ് വരാഹി ദേവിയുടെ ക്ഷേത്രങ്ങൾ. തിരുവനന്തപുരം പേട്ടയിലാണ് ഏറ്റവും പ്രസിദ്ധമായ വരാഹി ക്ഷേത്രമുള്ളത്. പിന്നീട് തൃശ്ശൂർ ജില്ലയിലായിട്ടുള്ളത് ഇവിടെ മാത്രമാണ്. അതായത് തൃപ്രയാറിനും കാഞ്ഞാണിക്കും അടുത്ത് നടുവിലായി ആലുംതാഴം എന്നാണ് ഈ വള്ളൂർ ആലുംതാഴം വരാഹി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന് പറയുന്നത്. ക്ഷിപ്രപ്രസാദിയായ വരാഹി ദേവിയെ ഉപാസിക്കുന്നവർ ഒരുപാടാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ആദിപരാശക്തിയുടെ അംശമാണ് വരാഹി ദേവി. ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയുടെ ശക്തിസേനയുടെ സർവ്വസൈന്യാധിപയായിട്ടും വരാഹരൂപം പൂണ്ട ഭദ്രകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും എല്ലാം നമ്മൾ പഞ്ചമി ദേവിയെ പറയുന്നുണ്ട്. ഇല്ലായ്മകൾ, ദാരിദ്ര്യം തുടങ്ങിയവ പരിഹരിക്കുന്ന ലക്ഷ്മി ആയതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്ന പേര് ലഭിച്ചു എന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായും വരാഹി ആരാധിക്കപ്പെടുന്നു. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് വിശ്വാസം. ലളിതാ സഹസ്രനാമത്തിൽ പലയിടങ്ങളിലും ഈ ദേവിയെക്കുറിച്ച് പരാമർശമുണ്ട്. പഞ്ചമി പഞ്ചഭൂതേഷി പഞ്ചസഖ്യോപചാരിണി. വരാഹി ദേവി ദണ്ഡാസുരനെ വധിക്കാൻ അവതരിച്ച ലളിതാ ത്രിപുര സുന്ദരിയുടെ കയ്യിൽ വിളങ്ങുന്ന ശത്രുനാശകരമായ 5 ആയുധങ്ങളാകുന്നു. ധ്യാനസ്വരൂപത്തിൽ 5 മുഖങ്ങളോടുകൂടിയ ഭഗവതിയാകുന്നു പഞ്ചമീ ദേവി അഥവാ വാരാഹി. ജലം, വായു, അഗ്നി, ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളിൽ വസിക്കുന്ന ആദിപരാശക്തിയും വരാഹീദേവി തന്നെ. വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത. വിശുക്രനെ വധിച്ചവളാകുന്നു വാരാഹി. ഗിരിചക്രരധാരൂഢ ദണ്ഡനാദാ പുരസ്കൃത. ഇങ്ങനെ ഒരുപാടിടങ്ങളിൽ ലളിതാ സഹസ്രനാമത്തിൽ തന്നെ നമുക്ക് പഞ്ചമി ദേവിയെ ദർശിക്കാനാവും. ദേവീ മഹാത്മ്യത്തിലും ഇതുപോലെ തന്നെയുണ്ട്. 11-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ ദുർഗ അല്ലെങ്കിൽ ഭുവനേശ്വരിയുടെ ഉഗ്രരൂപമായി വരാഹി ദേവിയെ വർണ്ണിച്ചിരിക്കുന്നു. ശിവേ എന്നതുകൊണ്ട് വരാഹരൂപം പൂണ്ട പാർവതിയായും കണക്കാക്കപ്പെടുന്നു. വാമന പുരാണത്തിൽ 56-ാം അധ്യായത്തിൽ സപ്തമാതാക്കളുടെ ജനനത്തെപ്പറ്റി പറയുന്നുണ്ട്. ശുംഭനിശുംഭന്മാരുടെ ആജ്ഞപ്രകാരം യുദ്ധത്തിനിറങ്ങിയ അസുരന്മാർ തോറ്റപ്പോൾ രക്തബീജൻ എന്ന അസുരൻ തൻ്റെ അക്ഷൗണി പടയുമായി എത്തി. ഇത് കണ്ട് ചണ്ഡികാ പരമേശ്വരി ഭഗവതിയുടെ ശംഖനാദം പുറപ്പെടുവിച്ചു. ഭഗവതിയുടെ തിരുവായിൽ നിന്ന് ബ്രാഹ്മിയും തൃക്കണ്ണിൽ നിന്ന് മഹേശ്വരിയും
അരക്കെട്ടിൽ നിന്ന് കൗമാരിയും, കൈകളിൽ നിന്ന് വൈഷ്ണവിയും, പൃഷ്ഠഭാഗത്ത് നിന്ന് വാരാഹിയും, ഹൃദയത്തിൽ നിന്ന് നരസിംഹിയും, പാദത്തിൽ നിന്ന് ചാമുണ്ടിയും ഉദ്ഭവിച്ചു. ദുർഗാദേവിയുടെ രൂപഭേദങ്ങളാണ് സപ്തമാതാക്കൾ. ഭഗവതി തൻ്റെ ജട നിലത്തടിച്ചപ്പോൾ സപ്തമാതാക്കളുണ്ടായി എന്നും ഒരു കഥയുണ്ട്. ശിവനും വിഷ്ണുവും അന്ധകാസുരനെ കൊല്ലാൻ ശ്രമിച്ച് ഫലിക്കാതെ വന്നപ്പോൾ വരാഹി ഉൾപ്പെടെ സപ്തമാതാക്കളെ സൃഷ്ടിച്ചുവെന്നാണ് ഒരു കഥ. അടർക്കളത്തിൽ വീഴുന്ന അന്ധകാസുരന്റെ രക്തത്തിൽ നിന്നും വീണ്ടും അന്ധകൻ ജനിക്കയാൽ സപ്തമാതാക്കൾ അന്ധകന്റെ രക്തം പാനം ചെയ്യുകയും അങ്ങനെ ശിവനും വിഷ്ണുവും അന്ധകനെ വധിക്കുകയും ചെയ്തു. ഹൈന്ദവ വിശ്വാസപ്രകാരം താന്ത്രിക പദ്ധതിയിൽ ഭൂമിദേവി സങ്കല്പവും വരാഹിയാകുന്നു. ബുദ്ധിസ്റ്റ് തന്ത്രയിൽ വജ്രവാരാഹിയായി ആരാധന നടത്താറുണ്ട്. വിവിധ തന്ത്രങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ പറയുന്നുണ്ട്. കിരാതവാരാഹി, വശ്യവാരാഹി, ലഘുവാരാഹി, നകുലീവാരാഹി, മഹാവാരാഹി, അശ്വാരൂഢവാരാഹി, മത്സ്യവാരാഹി, മഹിഷവാരാഹി, പക്ഷിവാരാഹി, ഇങ്ങനെ തുടങ്ങി നിരവധി ഭാവങ്ങളുണ്ട് ദേവിക്ക്. പ്രധാനപ്പെട്ട വാരാഹി ദേവിയുടെ ഒരു ശ്ലോകം ഇങ്ങനെയാണ്: ഓം കുണ്ഡലിനി പുരവാസിനി ചണ്ഡമുണ്ഡവിനാശിനി പണ്ഡിതസ്യ മനോന്മണി വരാഹി നമോസ്തുതേ. അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വരാഹി നമോസ്തുതേ. ഐശ്വര്യം, വിജയം, സമ്പത്ത്, ദുഃഖനാശം എന്നിവയുടെ മൂർത്തരൂപമാണ് വാരാഹി ഭഗവതി എന്നാണ് വിശ്വാസം. പ്രധാനമായും ശാക്തേയ ആരാധനാമൂർത്തിയാണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവാരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു. വാരാഹി ഭക്തർ സ്ത്രീകളോട് ഒരിക്കലും മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം. സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശക്തി സ്വരൂപിണിയായ വാരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു. രാത്രിയാണ് വരാഹി ദേവിയെ ആരാധിക്കുന്നത്. പഞ്ചമി തിഥിയിലെ രാത്രി വരാഹി ദേവിക്ക് അതിവിശേഷമെന്നാണ് വിശ്വാസം. അങ്ങനെ വാരാഹി ക്ഷേത്രത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലേ? തീർച്ചയായും ഇനി നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലോ ഗുരുവായൂരോ തൃപ്രയാറോ ഒക്കെ വരുമ്പോൾ ഇനി ഇവിടെ കൂടി വരണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്ര ഭംഗിയാണ് ഇവിടെ കാണാൻ. നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ക്ഷേത്രത്തിൻ്റെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയുള്ള പണികൾ നടക്കുന്നത് കൊണ്ട് ഒരു 10:30 ഇവിടെ അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് വരണം. ഇങ്ങനെയുള്ള പുതിയ വീഡിയോകളുമായി ഇനിയും ഞാൻ എത്തും. അപ്പോൾ അത് കാണാൻ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാവണം. നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ ആഗ്രഹമുള്ള ക്ഷേത്രങ്ങളോ കഥകളോ ഒക്കെ നിങ്ങൾ എന്നോട് കമൻ്റായിട്ട് അറിയിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കണം. സ്നേഹപൂർവ്വം വീണ്ടും നമുക്ക് കാണാം. സ്നേഹം, നന്ദി.